അടുത്തതായി ഈ രണ്ട് മുന്നണികളുടെയും പ്രകടന പത്രിക പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും, അത് സ്ത്രീകളെയും യുവാക്കളെയും ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? തീർച്ചയായും യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടുന്ന വിഭാഗങ്ങളെ ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ് LDFന്റെയും UDFന്റെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ ഇരു മുന്നണികൾക്കും ഒരേ നിലപാടാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആർത്തവാവധിയുമായി ബന്ധപ്പെട്ടാണ്. ആർത്തവാവധി പോലുള്ള സ്ത്രീപക്ഷ പ്രഖ്യാപനങ്ങൾ LDFന്റെ പ്രകടന പത്രികയിൽ ഇടം പിടിക്കുന്നുണ്ട്. ആശ, അങ്കണവാടി, പാചക തൊഴിലാളികളുടെ വേതനം കൂട്ടുമെന്നും സ്ത്രീകൾക്ക് തുല്യവേതനം ഉറപ്പാക്കുന്നതാണ് ലക്ഷ്യമെന്നും UDF പ്രകടന പത്രികയിൽ പറയുകയും ചെയ്യും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ വോട്ടർമാരെ ആകർഷിക്കാനുള്ള മുഖ്യ സൂത്രവാക്യമാണ് ക്ഷേമവും കരുതലും. ആ സൂത്രവാക്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് UDFന്റെയും LDFന്റെയും പ്രകടന പത്രികകൾ ശ്രമിച്ചിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കുമെന്നതിൽ രണ്ട് പ്രകടന പത്രികകളും ഒരേ നിലപാടെടുക്കുമ്പോൾ 2021 2500 രൂപ വാഗ്ദാനം ഇനിയും നടപ്പിലാക്കാനാവാത്തത് LDFനെ പ്രതിരോധത്തിലാക്കുന്നു. പെൻഷൻ കൂട്ടിയിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയിക്കാത്തപ്പോൾ എം മണിയെ പോലുള്ള CPM നേതാക്കളുടെ പ്രതികരണം ഓർമ്മ വെച്ചാണ് UDF പെൻഷൻ അവകാശമെന്ന് പ്രഖ്യാപിക്കുന്നത്. വയോജനങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള വയോജന വകുപ്പിന്റെ രൂപീകരണം, അതുകൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷൻ ഇപ്പോൾ 2000 രൂപ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ കഴിഞ്ഞാൽ പിന്നെ മുന്നണികളുടെ ലക്ഷ്യം യുവ വനിതാ വോട്ടർമാരാണ്. കരുതൽ നടപടികൾ പലതും ഈ വിഭാഗത്തെ ലക്ഷ്യം വെച്ചാണ്. ആർത്തവാവധി പോലുള്ള സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് LDF പ്രകടന പത്രികയിലെ ഹൈലൈറ്റ്. സേവന സംരംഭങ്ങൾ, സാന്ത്വന പരിചരണം, ടെക്നോളജി സേവനങ്ങൾ, വാതിൽപ്പടി സേവനം, ഇവയെല്ലാം പുതിയ തൊഴിൽ മേഖലകൾ സ്ത്രീകൾക്കായി തുറക്കുന്ന സ്ഥിതി. ക്ഷേമ പെൻഷനും വർദ്ധിപ്പിക്കാത്ത പോലെ തന്നെ നടപ്പിലാക്കാൻ കഴിയാതെ പോയ വേറെയും വാഗ്ദാനങ്ങൾ LDF പ്രകടന പത്രികയിൽ ഇത്തവണയും ആവർത്തിച്ചിട്ടുണ്ട്. ദേശീയ ജലപാത, JB കമ്മീഷൻ റിപ്പോർട്ട്, ശമ്പള പരിഷ്കരണം തുടങ്ങിയവയാണ് ഉദാഹരണങ്ങൾ. 10 കൊല്ലം അധികാരത്തിന് പുറത്തായതിനാൽ UDFന് ഈ പ്രതിസന്ധിയില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.